ഇന്ന് നല്ല അടിപൊളി മഴയാണ് കേട്ടോ പുറത്ത്. രാവിലെ പള്ളിയിൽ പോയി വന്നപ്പോ ചെറിയൊരു മഴക്കാര് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പെരുമഴയാണ്. കുറേ ദിവസത്തിന് ശേഷം ഇത്രയും വലിയൊരു മഴ പെയ്യണേ. അടിപൊളി സൂപ്പർ മഴ. അപ്പൊ ഇത് സ്കൂളുള്ള ദിവസം ബ്രേക്ക് എണീറ്റിട്ടുണ്ട്. അപ്പൊ അവരെ വിടാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോകണേട്ടാ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഫസ്റ്റത്തെ ട്രിപ്പ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടാ. ബാഗ് ഗ്രേസിന്റെ ബസ് വന്നു. അപ്പോൾ ഇന്ന് ഈ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ നമുക്ക് താഴത്തെ പറമ്പിൽ അവിടെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സെന്തു ചേട്ടൻ വന്നിട്ടുണ്ട്. സെന്തുവിനെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സെന്തു വന്നപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മഴ പോകാനായിട്ട്. വന്ന ദിവസം നമ്മുടെ മീനുകൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണിച്ച ദിവസം ഒരു അടിക്ക് പോവാം. അപ്പോൾ അവിടെ താഴത്തെ അവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് വാഴയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നടാനുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ പണി. അങ്ങോട്ട് പോട്ടെ. നമ്മളെപ്പോഴും പറയാറുള്ളതല്ല, മഴ കാണാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മുടെ കേരളത്തിലായിരിക്കില്ല, ചിലപ്പോൾ പുറത്തായിരിക്കും. അപ്പോൾ അവരൊന്നും മഴ കണ്ടോട്ടെ ശരിക്കും. ഇത് ഞാനേ ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ അഷ്ടമിശ്രമുള്ള അഷ്ടമി ഗാർഡനിൽ നിന്ന് കൊണ്ടു നട്ടതാണ് ഈ മൾബറി കേട്ടോ. 200 രൂപയായിരുന്നു. പക്ഷെ എന്തായാലും അതിന് മൾബറി ഉണ്ടായി തുടങ്ങി. വിത്തിൻ 1 വീക്ക് കൊള്ളാം, നിറയെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, വൈറ്റ് ലോക്സിലെവിടെയോ. നമ്മുടെ നെല്ലിപ്പുള്ളിയാണ്. ഇത് നട്ടിട്ടുണ്ട്. ഇത് വേറൊരു മൾബറിയിൽ വെള്ളം കെട്ടിക്കിടക്കണുള്ള ദൈവമേ, എൻ്റെ ഓട്ടയ്ക്ക് എന്ത് പറ്റിയാവോ. എന്തായാലും ഇത് വേറൊരു മൾബറിയാണ്. കുറേ മൾബറി ഉണ്ടാവും ഈ ദിവസങ്ങളിൽ. പിന്നെ ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യിക്കാണ്ട്, അവിടുത്തെ ഇലയൊന്നും ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ പറമ്പിൽ പരിപാടി വീഡിയോടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകാറായി. ഇവന് പണി കാണിച്ചു കൊടുക്കാണ്ട് അവനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യം നടക്കില്ല, ഇവിടുത്തെ കാര്യം നടക്കില്ല. ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റ് 1 മാസം ആയിട്ടുള്ളൂ കേട്ടോ. അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒക്കെ പുല്ല് ക്ലീൻ ആക്കിയതായിരുന്നു. ഇതേ പുല്ല് വീണ്ടും നിറഞ്ഞു, എല്ലായിടവും നിറഞ്ഞു. പുല്ല് വെട്ടണ ഒരു മിഷ്യൻ മേടിക്കണം. എന്നിട്ട് ഇവിടെ കണ്ട് അടിച്ച് തകർക്കണം ശരിക്കും പറഞ്ഞാൽ. പേര ഇതേപോലെ നമ്മൾ ബെഡ് ചെയ്ത പേര മേടിച്ചാണ്. ഇഷ്ടം പോലെ പേരയ്ക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കുറേ പേരയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. കുറേ എണ്ണമൊക്കെ നന്നായിട്ട് വലുതാവും. കുറേ എണ്ണം ഇതേപോലെ നിന്ന് ഇതാവണം. അവിടെയൊക്കെ കിടക്കണ്ട് കണ്ടോ. അതൊക്കെ അത് വിട്ടും വലുതാവും കേട്ടോ. ജയക ഇവിടെ ആകെ പുല്ല് നിറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായ തോട് ഫുള്ളും മൂടിപ്പോയി. അപ്പം അത് തുറന്ന് വേണം ഇനി ഇവിടെ ക്ലീൻ ആക്കാനായിട്ട്. എന്നാലേ വെള്ളമൊക്കെ പോവുള്ളൂ. അപ്പം അതിനിവിടെ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുത്തനെ തൂമ്പോണ്ട് കളച്ചു വന്നിപ്പോൾ ഒരു മീൻ കട്ടായി. ഇത് കണ്ടോ, ബ്രാലെന്ന് തോന്നുന്നു. മീനിൻ്റെ ഉള്ളുണ്ടായിരുന്നു. മീൻ ഇവനും കണ്ടില്ല, ഇവൻ മീനും കണ്ടില്ല. എന്താല്ലേ, ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ മീൻ കാണും. ഇത്ര ഹോയക ബൈ. അതാണ് വെള്ളം ഇവിടുന്നൊന്ന് നീങ്ങി തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഈ പണികൾ നടന്നുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വീണ്ടും അങ്ങോട്ട് വിളിച്ചു.
ഓട്ടോറിക്ഷക്കാരും ഇല്ല. കൊച്ചിനെ കൊണ്ടാക്കാൻ വായോ എന്നും പറഞ്ഞ്. അപ്പം ഇനി കൊച്ചിനെ കൊണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. മഴ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്റ്റീവൂട്ടൻ സ്കൂളിൽ പോകാൻ റെഡിയായി. സ്റ്റീവിൻ്റെ പുതിയ കണ്ണാട വന്നിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. റെഡ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്, പക്ഷെ വന്നത് ബ്ലൂ ആണ്. സ്പൈഡർമാൻ ആണ്. സ്പൈഡർമാൻ അല്ലേ? വെച്ച് സ്പൈഡർമാൻ മുഖത്ത് വെച്ച്. അപ്പൊ എത്തിപ്പോയി. അപ്പം അങ്ങനെ സ്റ്റീവിനെയും കൊണ്ട് സ്കൂളിലേക്ക് വന്നു. അവൻ്റെ കണ്ണാട മേടിക്ക്. ഇന്ന് പുതിയ കണ്ണാടയൊക്കെ വെച്ച് പോയേക്കണേ. കഴിഞ്ഞ ദിവസം മിഡു ഓർഡർ ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പുതിയൊരു കണ്ണാട വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും വെച്ച് സ്റ്റൈലിനായിട്ടാണ് പോണേ. ആക്റ്റീവ ടോട്ടൽ 16,700 കിലോമീറ്റർ ആയിട്ടാണ്. അപ്പം മിഡു അങ്ങനെ സ്റ്റീവിനെ ആക്കി എത്തി. സ്റ്റീവിൻ്റെ സ്പൈഡർമാൻ കണ്ണാട. പക്ഷേ റെഡ് വേണമായിരുന്നു കേട്ടോ. സ്റ്റീവിനൊക്കെ കൊണ്ടാക്കി ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് വേപ്പല കുറച്ചിട്ട് വേണം പോവാൻ. വേപ്പല ഞങ്ങൾ കൊച്ചിനെയൊക്കെ കൊണ്ടാക്കി ഇവിടെ വന്നപ്പോഴേ നമ്മുടെ സെന്തുബായി ഒരു സംഭവം ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ എല്ലാരും ജെമിനിയോട് ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ അവനിവിടെ വന്നപ്പോഴേ മീനെന്നും പറഞ്ഞ് പിടിച്ചു വെച്ചതാണ്. പക്ഷെ ഇത് പാമ്പാണോ മീനാണോ ഞങ്ങക്ക് ഭയങ്കര സംശയം. ക്ലിയർ ആവണല്ലേ? കണ്ടോ? ഇത് ആരൽ എന്ന് പറഞ്ഞ മീനാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. എൻ്റെ വാല് കണ്ടിട്ട് പരന്നിരിക്കുന്നുണ്ട്, പക്ഷെ തല കണ്ടിട്ട് പാമ്പിൻ്റെ പോലെയും. ഇവൻ മീനാണെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതാണ് ആള്. വാല് ഇങ്ങനെ ഇരിക്കണം മീനിൻ്റെ പോലെ, പക്ഷെ തല പാമ്പിൻ്റെ പോലെയും. ആ വെള്ളം മുഴുവൻ നിന്റെ തല കൂടെ വീഴും. രണ്ട് വിടുമ്പോ കാണാം. മതിയല്ലേ ഇത് നിന്നെ മുഴുവൻ കൊണ്ടോണേ? നാളെ മരുന്ന് കൊണ്ടുപോയ ഒരു കഷ്ണം. വേണ്ട 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 വേണ്ട. ഓടാന്ന് ചോദിച്ചതാ, വാച്ച് കുടുങ്ങി. നമ്മുടെ ജാതിക്കായ കിട്ടുമോ അച്ചാറിടാൻ? നമ്മളെ ഇഷ്ടംപോലെ കിടക്കണം അവിടെ. ഒക്കെ പറക്കി എല്ലാം പറക്കിക്കൊണ്ടുപോയി അച്ചാറിട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ചോറ് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ നമ്മുടെ ബീഫും ഉരുളക്കിഴങ്ങിട്ടുള്ള കറി ഉണ്ടല്ലോ, ഉപ്പ് കൂടിയ കറി ഞാൻ മാറ്റി മറിച്ചത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂട്ടോ. ആ വീഡിയോയിൽ കണ്ട കറി, ആ കറി ഞാൻ വാഴലയിലൊന്ന് പാത്രത്തിലിട്ടിട്ട് വാഴല ചൂടാക്കി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വാഴല വെട്ടി ഞാനത് ചൂടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയതാണ്. അപ്പോൾ അതിനൊന്ന് പാച്ച് വർക്ക് ചെയ്തതാണ് കേട്ടോ, ഒരു എക്സ്ട്രാ വാഴല വെച്ചിട്ട്. പിന്നെ നല്ല നാടൻ മുളകും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സണ്ണിചാട്ടൻ അത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് അവിടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഒരുമിച്ചിരുന്ന് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേക്കണം. അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി വേഗം അവിടെ പോയിരുന്ന് വർത്താനം പറഞ്ഞ് ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് ഞാൻ സ്റ്റീവിനെ എടുക്കാൻ പോവും. അങ്ങനെ ചെറിയ അങ്ങനത്തെ ഇങ്ങോട്ട് ഓട്ടമായിരുന്നു ഇന്നത്തെ ദിവസം. ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരം. ഞാൻ വണ്ടി മിടു കൊണ്ട് പോയിരുന്നു. അപ്പോൾ മിടു ഭക്ഷണം കൊണ്ടുവന്ന് നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മഴ പെയ്തു. നല്ല സൂപ്പർ മഴ പറഞ്ഞാൽ സൂപ്പർ മഴ. ഇന്നത്തെ പണികളൊക്കെ ഇനി കൊളായി എന്ന് പറയാം. പിന്നെ ഈ നിൽക്കുന്ന മരം ഉണ്ടല്ലോ, ഈ മഞ്ഞ കളർ മരം, ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നട്ട് നോക്കിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണമെങ്കിൽ ഇതുമ്പോൾ നല്ല രീതിയിൽ പുഴു വരുന്നുണ്ട് കേട്ടോ, ചൊറിയാമ്പുഴു. ഈ മരത്തുമ്പോൾ കുറേ ചൊറിയാമ്പുഴു ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. കാരണം ഡിവി എനിക്ക് കുഴപ്പമൊന്നും തോന്നണല്ലേ. ഡിവി മരം ഞാൻ അവിടെയൊക്കെ നട്ടിരുന്നു. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരെണ്ണം കരിഞ്ഞു പോയി, ബാക്കിയൊക്കെ നല്ല അടിപൊളി മരങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്മേന്ന് അങ്ങനെ പുഴു വരണ കണ്ടിട്ടില്ല. ഒരിടയ്ക്ക്
ഇത്തിരി പുഴുവിനെ കണ്ടിരുന്നു, പക്ഷെ അതങ്ങനെ എഫക്റ്റ് ചെയ്തില്ല, അത് അന്നേക്ക് പോയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. നല്ല മഴയാണ്. മഴ ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇത് വീണ്ടും പെയ്തു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് റെയിൻകോട്ട് ഇടേണ്ട വന്നു. റെയിൻകോട്ട് ഇട്ട് വണ്ടി ഓടിക്കാൻ വലിയ ഇഷ്ടമില്ല. അതെന്തായാലും പോവാം. അപ്പം അങ്ങനെ എൻ്റെ മിടുമോള് ഇതേ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നേക്കണ്. എന്ത് അവിടെ വെച്ചോ, എന്തായാലും നനഞ്ഞില്ലേ ഓൾറെഡി? അല്ല വണ്ടി കടയിൽ നിന്ന് ഞാൻ മേടിച്ചില്ല കേട്ടാ. പറഞ്ഞപ്പോ അവിടെ അവര് ഞാൻ ചെന്നപ്പോ ചേച്ചി പാക്ക് ചെയ്തിട്ടുണ്ടായില്ല. പറഞ്ഞില്ല എടുക്കണ്ട പറഞ്ഞോ? അല്ലെങ്കിൽ അവരെടുത്ത് വയ്ക്കേ. നല്ല ചൂടാണ്. ചമ്മന്തി ഒന്നും പറഞ്ഞില്ലേ? തിരക്കായിരുന്നു. നീ ഭക്ഷണം കഴിച്ചാ? ഇത് രണ്ടുപേരും കൂടിയാ ആകെ ചെയ്യുള്ളൂ. ഒരു വാളം ചോറും കൊണ്ട് വന്നേക്കാ രണ്ടുപേരും ഒന്നും പറഞ്ഞു. ഇവൻ ഓൾറെഡി ചോറ് കൊണ്ടുവന്നു. ഞാൻ ഇവനുള്ള ഭക്ഷണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഹോട്ടലിൽ, നമ്മുടെ ഇടശ്ശേരി ഹോട്ടലിൽ. അപ്പോൾ പിന്നെ നമ്മൾ മേടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞു വിട്ടത്. അപ്പം ഇന്നലത്തെ ഇറച്ചിക്കറിയും ഇന്നത്തെ ചമ്മന്തിയും വാഴലയിൽ പൊതിഞ്ഞ ഊണും നീ ഒരു എന്താണ് തന്നെ. എനിക്ക് ഇത്തിരി മതി. നമ്മളാരും ഭക്ഷണം കഴിക്കാത്തല്ലേ? എനിക്ക് ഇത്ര മതി. നീ ഫുള്ള് കഴിച്ചോ? ആയിക്കോട്ടെ, എടുത്തോ. ചമ്മന്തി ഇങ്ങോട്ട് സൈഡിലിട്, ഇളക്കിക്കൊണ്ട് ഇതിവിടെ ഇട്, സൈഡിലിട്. നടുവി കൊണ്ടുവരില്ല, പിന്നെ ഈ കറിയുടെ ടേസ്റ്റ് അറിയില്ല. അമ്മക്ക് കൊടുത്താ മതി. ഹാപ്പി ആയില്ലേ? നാടൻ മുളക് എന്ന് പറഞ്ഞാൽ മുളക് തന്നെയാ. അങ്ങനെ വരുന്നില്ല. വേറെ കറിയൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാ. പിന്നെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞാനിനി വേഗം സ്റ്റീവനെ എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണം. അപ്പം അങ്ങനെ ഇനി എനിക്ക് മാളപ്പള്ളിപ്പുറം പള്ളിയിൽ പോകണം. ഇന്ന് അന്തോണി സുനിയാളുടെ നൊവേനയുള്ള ദിവസമാണ്. മിഡു രാവിലെ പള്ളിയിൽ പോയി, ഞാൻ പോയിണ്ടായില്ല. അപ്പം മിഡു സ്റ്റീവിനെ എടുത്ത് നേരെ വന്നേക്കാണ്. ചക്ക ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞടാ പറ ചക്ക. അപ്പം ബൈ ബൈ. അപ്പം ബൈനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോവാണ്. ജാതിക്കായ പറക്കിയിട്ടില്ല. ജാതിക്കായ നാളെ പറക്കാടിഞ്ഞ്. ജാതിക്കായ വീണുകൊണ്ടിരിക്കുകയാണ്. ജാതി മരത്തിൻ്റെ മുകളിൽ പൂവുണ്ടായിട്ടാ. കേട്ടോ നമ്മുടെ ഇവിടെ ഉണ്ടാവാറുള്ള എന്തുട്ടാ? നീയാണല്ലോ ഈ മണ്ണിൽ കുഴി കുഴിക്കണേ. പിന്നെ നേരെ വീട്ടിലേക്ക്. മറ്റേ റെയിൻകോട്ട് ഇട്ടിട്ട് പോക്കാം കേട്ടോ, മഴ പൊടിയുണ്ട്. എന്റെയാണ് ഇറങ്ങേ. മറ്റേ പാന്റ് കുത്തി കയറണ്ടേ? കാലിന്റെ അവിടേക്ക് വെള്ളം തന്നെ. സിബിന്റെ അവിടെയൊക്കെ വെള്ളം വരും. വെള്ളം ഒലിച്ചു പോകും. ഗ്രേസ് കൈയൊക്കെ നോക്കി കാണിക്കുന്നുണ്ട്. മാളപ്പള്ളിപ്പുറത്തേക്ക് പിന്നെ നമ്മുടെ പൊന്നപ്പൻഡോട്ടിനിന്ന് ചെടി ദീപു പൊന്നപ്പൻ എന്നാണ് യൂട്യൂബ് ചാനലല്ലേ. അപ്പം അവിടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കോംബോ എന്ന് പറഞ്ഞൊരു ഓഫർ. നന്ദിയുമ്പോൾ കാണിച്ചു തരാട്ടോ. അപ്പം ആ സംഭവങ്ങൾ നമ്മുടെ അന്നമ്മനയുടെ DTDCയിൽ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ അത് പോയി അവിടെ നിന്ന് മേടിക്കാൻ വേണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. മഴ പെയ്തു ഇല്ല.
ബസ് എത്തി. പോയിക്കോ. ഓക്കെ നൈസ്. ടാറ്റ ബൈ ബൈ. അപ്പൊ ടാറ്റ ബൈ ബൈ. അപ്പൊ പള്ളി പോണം. പോട്ടെ കേട്ടോ. അങ്ങനെ മഴയിൽ പെടാണ്ട് പള്ളിയിൽ എത്തിയിട്ടോ. മാള പള്ളിപ്പുറം. അപ്പം അങ്ങനെ അതേ നമ്മുടെ DTDCയിൽ വന്ന് നമ്മുടെ കൊറിയർ കളക്ട് ചെയ്തു കേട്ടോ. കുർബാന കഴിഞ്ഞ് ഇതിൻ്റെ സെൻറ്റർ വളഞ്ഞിരിക്കണേ. വീട്ടിൽ ചെല്ലുമ്പോൾ അറിയുള്ളൂ ഇത് ഒടിഞ്ഞു പോയോന്ന്. അങ്ങനെ കൊറിയർ എടുത്ത് വന്ന വഴിക്ക് മഴയായപ്പോൾ ഒന്ന് കയറിയത്. അപ്പോൾ ഇവിടെ സൈഡിൽ മീൻകടയിൽ ചാളയുണ്ടായിരുന്നു, ചാളയും കോഴിയും. അപ്പോൾ ചാള മേടിച്ചു. അപ്പോൾ ചേച്ചി നന്നാക്കി തരാൻ പറഞ്ഞു. അവിടെ നന്നാക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഇവിടെയാണ് നമ്മുടെ കട വരുന്നത്, ഈ വളവിലുള്ള കട. അവിടേക്ക് പോകുന്നത് അന്നമ്മനട, ഇവിടേക്ക് പോകുന്നത് ഞങ്ങളുടെ ഇവിടേക്ക് പാളയംപറമ്പേക്ക്. ഇതെങ്ങോട്ട് പോകണ വഴിയായിരുന്നു? അല്ല, വേറൊരു പേരില്ല ഇവിടെ. വെണ്ണൂര് വഴി. നനഞ്ഞല്ല അവിടെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഒടിയാണ്ടിരിക്കാൻ. പക്ഷെ ഇത് ശരിക്കും ഇങ്ങനെ ഒടിഞ്ഞ് എരിഞ്ഞ് വന്ന്. ഓപ്പൺ ചെയ്യണോട്ടാ. മീൻ കിട്ടിയാ? നല്ല മഴ. ഇതേടെ പറയണേ. ചേച്ചി നന്നാക്കി തന്നു. ആണോ? ഞാൻ പറഞ്ഞു 4-5 നന്നാക്കി തന്നു. വേണ്ട, 5 മിനിറ്റ്. എവിടെ ആ സ്ഥലത്തിന് വെണ്ണൂരിക്ക് തിരിയണ വഴിയില്ല, മൂലയ്ക്ക് അവിടെയുള്ള ചേച്ചി. ഇഞ്ചി മേടിച്ചാ എടുത്തിട്ട് വരുമോ? ഒന്ന് കുട്ടിക്ക് എന്തിനാ അപ്പൊ മൂത്രമൊഴിച്ചതായിരിക്കും. കണ്ണാടൻ അവന്റെ കൂളിംഗ് ഗ്ലാസ് കയ്യിൽ നിന്ന് വിടണില്ല. കുഴപ്പമൊന്നുമില്ല എന്നാണ്. ശരി, അപ്പയ്ക്ക് വരാനേ കാക്കിയത് സൂപ്പറാണല്ലേ. അകത്തേക്ക് കയറിയിട്ട് ചെയ്യായിരുന്നു. അകത്തേക്ക് മീൻസ് സിറ്റ് ഔട്ടിലേക്ക്. മഴ കാരണം പറയുന്നത് കേൾക്കണ്ടോന്ന് അറിയില്ല. ഇത് മറ്റേ സാധനം മാതളം. എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പവും നല്ലതാന്നോണ കണ്ടിട്ട്. ഞാൻ ആ വലിപ്പം കണ്ടിട്ട് ഓർഡർ ചെയ്തത്. സാധാരണ നഴ്സറി തൈകൾ ഇത്ര ഉണ്ടാവാറുള്ളൂ. ഇത് പുളിയില്ലേ? മറ്റേ ഇതെന്തിട്ടാ? ഞാൻ മറന്നുപോയി. മറ്റേ പുളിയല്ലേ ഇത്? എന്ത് പുളി? മറ്റേ കുഞ്ഞു പുളി അതല്ലല്ലോ. അതിന്റെ പേര് മറന്നു ഞാൻ. അയ്യോ, നല്ല പരിചയമുള്ള സാധനം. നെല്ലിപ്പുളി. നെല്ലിപ്പുളിയല്ല, നെല്ലിക്ക. അതിന്റെ കണ്ണാറ കണ്ടു. വെച്ച് നോക്കിക്കോ. ഇത് കിലോ പേര വലിയ പേരക്ക. ഇതെന്താണ് നമ്മുടെ താഴത്തെ പറമ്പിൽ നമ്മൾ വെച്ചേക്കണ പറഞ്ഞ. അറിയില്ല. ഇത് സപ്പോട്ട. ഓൾറെഡി ഉണ്ടായി. ഇവിടേക്ക് ഉണ്ട്. തീർച്ചയായിട്ടും കൊള്ളാട്ടോ. 799 രൂപ 4 പ്ലാന്റിന് കൂടി. ഇത്ര സൈസ് ഉള്ളത്. ഇതെങ്ങനെ ഓർഡർ ചെയ്യണമെന്നൊക്കെ വീഡിയോയിൽ പറയണേ. കാരണം എല്ലാവരും എപ്പോഴും നമ്മൾ കാണിക്കുമ്പോൾ ചോദിക്കും. ഓർഡർ ചെയ്യുന്നത് പൊന്നപ്പൻ.in വെബ്സൈറ്റില്. അവിടെ നിന്നാണ്
അല്ലെങ്കിൽ ഈ നമ്പർ 9497478219 പൊന്നപ്പൻ.in അതിലേക്ക് കോണ്ടാക്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ ഒരു ഡീറ്റെയിൽ തരും. ഓക്കെ, കാണിച്ചു. എനിക്ക് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം. ഇനി എന്തിനാ നനയ്ക്കണേ? അതൊന്ന് ജസ്റ്റ് മഴയത്തേക്ക് വെക്കേ. കുറച്ചേരം കഴിയുമ്പോ കുറച്ചേരം ഇങ്ങോട്ട് നീക്കി വെക്കേ. എന്നിട്ട് കുറച്ചേരം കഴിയുമ്പോ ഗേറ്റ് വെക്കാട്ടാ. നമ്മള് ഗേറ്റ് ഒക്കെ ലോക്ക് ചെയ്യില്ലേ, അപ്പൊ ഗേറ്റ് വെക്കാ. കുറച്ചേരം ഒരു നാച്ചുറൽ മഴ വെള്ളം കൊള്ളട്ടെ. ചീത്തയായി പോവില്ല എന്തായാലും. നിന്റെ കണ്ണാട ഞാൻ കണ്ടു. വലിയ ഡ്രമ്മിൽ നടാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഡോഗ്സിന് തീറ്റ കൊടുക്കാനായിട്ട് പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടി. ഡ്രസ്സ് മാറിക്കണം പോവാം. നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ട്. അപ്പൊ ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാണ്ട. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്തോളൂ. ഫോണിന്റെ ഉള്ളിൽ വെള്ളം. ഓക്കെ, ശരിട്ടാ. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.